ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ കശ്മീരിലാണ്. വെല്ലുവിളികൾ പലതും സ്വീകരിച്ച് ഞങ്ങൾ അങ്ങനെ കശ്മീരിലെത്തി. നമ്മുടെ നാനോക്കുട്ടനെ ഞങ്ങൾ കാശ്മീർ എത്തിച്ചു. അതായത് ഞങ്ങളിപ്പോൾ ശ്രീനഗറാണ് നിൽക്കുന്നത് കേട്ടോ. ഇന്നലെ രാത്രി ഒരു മണിയൊക്കെ ആയി വന്നപ്പോൾ, പക്ഷെ അന്നേ നമുക്ക് ഇത്ര ഒരു തണുപ്പ് ഫീൽ ചെയ്തില്ല. രാവിലെ ഏറ്റവും ഒരു മണ്ടത്തരത്തിൽ ഞങ്ങൾ ചാടിക്കറി ഒന്ന് കുളിച്ചു. ആ കുളിയും കൂടി കഴിഞ്ഞപ്പോൾ വിട്ടു. അപ്പോൾ നമുക്ക് ആദ്യം കാശ്മീരിൽ വന്ന ആദ്യം നമുക്ക് ശ്രീനഗർ വന്ന ആദ്യ ആൾക്കാർ നമ്മളടുത്ത് ചെയ്യാൻ വന്നിരിക്കുന്നുണ്ട്. ഡാൽ ലേക്കിൽ ചെറിയൊരു ബോട്ട് സഫാരി ഉണ്ട്. അപ്പോൾ അത് ചെയ്യാം അല്ലേ? അതോ സോനമർഗ് പോകണോ? എന്തായാലും ഞങ്ങൾ കൺഫ്യൂഷനിൽ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം മഞ്ഞ് കാണാനുള്ളത്. മഞ്ഞ് അങ്ങ് അങ്ങനെ മേളില് മലമുകളിൽ ആ കാണുന്നതൊക്കെ മഞ്ഞുമലയാണ്. ആ കാണുന്നത് അങ്ങനെ കാണേണ്ട ഒരു അവസ്ഥയിൽ. അതെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നാണ്. ആൻസി എന്താ ചായ പറഞ്ഞേക്കുന്നത്? ആൻസിക്ക് ദോശ കണ്ടപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ, ഇവിടെ തന്നെ കയറണം എന്ന് ഒരേ വാശി. അങ്ങനെ നമ്മുടെ മസാല ദോശ, കാശ്മീരിൽ നിന്ന് മസാല ദോശ വന്നു അല്ലേ? എങ്ങനെയുണ്ട്? വേഗം കഴിച്ചോ, പാട്ട് കോപ്പിറൈറ്റ് വരും. പുളിയുണ്ടോ? ഇതോ സാമ്പാറും പുളിയുണ്ടോ എന്ന് ചോദിക്കും. സാമ്പാറിന് പുളിയുണ്ടോ? നമ്മൾ വെക്കുന്ന കൂട്ടി സാമ്പാറാണോ അതോ നല്ല സാമ്പാറാ അത്? എന്തായാലും ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ, കാരണം പാട്ട് വെച്ചിട്ടുണ്ട്, പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ആൻസിയെ ദോശ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല? മസാലയൊക്കെ ഉണ്ട് വേറൊരു രീതിയിലുള്ള. അല്ല, ആദ്യം കഴിച്ചപ്പോൾ ചെറിയൊരു ടേസ്റ്റ് കിട്ടിയില്ലേ, പക്ഷെ പിന്നീട് ആ ഒരു ടേസ്റ്റ് ഇല്ല. അല്ല, ഈ തണുപ്പ് മാറാൻ വേണ്ടിയായിരിക്കും. പിന്നെ ഓരോ ചായയും കൂടി വന്നിട്ടോ. ചായ അടിപൊളിയാണ് അല്ലേ? ചായ ഇവിടുത്തെ ചായ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ 2 മലയാളികളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 4 പേരുണ്ട്. അവരപ്പുറത്തെ ഏതാണ്ട് പോയ പേരെങ്ങനെയായിരുന്നു? സുഫേല്, ഷെഫീഖ്. നാട്ടില് മലപ്പുറം ചേട്ടന്മാർ. ഞങ്ങൾ കുറേ നേരം സംസാരിച്ച്. അതെ അല്ലേ, കൊള്ളൂല, നമ്മുടെ ദോശയായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെ ഞങ്ങളുടെ പ്ലാനിൽ ഞങ്ങൾ ചെറിയൊരു മാറ്റം വരുത്തി കേട്ടോ. കാരണം ഡാൽ ലേക്കിൽ വൈകുന്നേരം സമയങ്ങളിൽ പോകുന്നതാണ് കുറച്ചും കൂടി ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളിപ്പോൾ 2 ചേട്ടന്മാരെ കണ്ടു. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു സോനമർഗ് പോകാൻ പോകും. അപ്പോൾ അവർ സോനമർഗ് പോകുന്നുണ്ട്. അവർ പക്ഷേ ബൈക്കിനാണ്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ നാനുമായിട്ട്, അതെ, അവർ തിരിച്ചു വിടത്തത് ഞങ്ങളവിടെ എത്തും. അപ്പോൾ നമുക്ക് അവർക്കും കാണാം, നമുക്കും അങ്ങനെയല്ല. നമുക്ക് ടൂറിസ്റ്റ് പ്ലേസുകൾ കാണണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. അല്ലാണ്ടുള്ള പ്രകൃതി ഭംഗികളാണ്. ഞങ്ങൾക്ക് മഞ്ഞ് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് നേരെ സോനാമർഗ് പോകാട്ടോ. ഇന്നലെ വന്ന വഴി ഇതൊക്കെ തന്നെയാന്ന് തോന്നുന്നല്ലേ? ഇതല്ല, ഇവിടുന്ന് ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മള്. കടകളൊക്കെ പക്ഷേ തുറന്നു വരുന്നത്, പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ. സെറ്റർ ഷൂ എല്ലാം ഇട്ടിട്ടും തണുപ്പ് തിക്കുന്നില്ല എന്നുള്ളതാണ് വേറെ സത്യം. പക്ഷെ മറ്റേ പയ്യന്മാരെ കണ്ടപ്പോ അവന്മാര് പറഞ്ഞ മണാലിയിൽ വലിയ തണുപ്പില്ലാന്നല്ലേ. എന്തായാലും ഇവിടെ തണുപ്പുണ്ട് കേട്ടോ. പക്ഷെ മഞ്ഞൊന്നും കാണാനും ഇല്ല അല്ലേ? അല്ല, മഞ്ഞ് നമ്മളിപ്പോ പോകുന്ന സ്ഥലത്ത് ചിലപ്പോ കാണുമായിരിക്കും. കാണണം എന്നാണ് ആഗ്രഹം. ഇവിടെ സിഗ്നൽ ഒന്നും ഇല്ലേ? അതെ, നമ്മളിനി തെറ്റിച്ചാൽ നമ്മുടെ വണ്ടിക്ക് പണി കിട്ടുള്ളൂ. ഡൽഹി വണ്ടിയൊക്കെ പോന്നോ? ഇനി ഇത് ഇങ്ങനെ തന്നെ നിക്കുന്നതാണ് കേട്ടെ. എല്ലാ വണ്ടിക്കാരും പോവാ. എല്ലാരും വണ്ടിക്കാരും പോവാ. നമ്മള് പിന്നെ ഇവിടെ നിൽക്കുന്നത്. നമ്മള് നേരെ തന്നെയല്ലേ. നമ്മുടെ വെഹിക്കിൽ ഒന്നും ഒരൊറ്റ വണ്ടി പോലും നിർത്തിയില്ല. അതാണ് സാറ് സത്യം. എനിക്ക് തോന്നി ഇത് കംപ്ലൈന്റ് വല്ലതാണോ? ചിലപ്പോ അങ്ങനെയായിരിക്കും. ഇവിടെ ഉള്ളവർക്ക് അറിയാലോ, ഇവന്മാരൊക്കെ ജമ്മുക്കാർ തന്നെ, വണ്ടിക്കാർ തന്നെയാ. അതിൽ കൂടുതലും ജമ്മുക്കാരെന്ന് പറയുമ്പോഴേ, ഇപ്പൊ നമ്മുടെ അടുത്ത് ആ ചേട്ടന്മാര് പറഞ്ഞില്ലേ, അവര് വണ്ടി വാടകയ്ക്ക് എടുക്കാനാണ് നോക്കുന്നത്. അപ്പൊ അതേപോലെ ട്രെയിനിന് വന്നിട്ട് ഇവിടുന്ന് വണ്ടി റെന്റിന് എടുത്ത് പോകുന്നവരുണ്ട് കറങ്ങാനേ. അങ്ങനെ ഞങ്ങളൊന്ന് ഫുൾ എണ്ണ അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തി. വണ്ടിയൊക്കെ ഫുൾ അലമ്പാട്ടോ, കാരണം ഇന്നലത്തെ ബ്ലോക്കിന്റെ ഒക്കെയാണ്. ഇവിടെ വാഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട്. എത്ര രൂപയെന്നറിയാം? 101 രൂപ. അമ്മേ, കൂടിയാ? ഇവിടെ കൂടുതലാണെന്നാ തോന്നിട്ട്. 101 രൂപ റേറ്റ് കൂടിയപ്പോൾ. നമ്മൾ ഇന്നലെ വന്നത് 90 സംതിങ്ങിനൊക്കെ ആണല്ലോ അടിച്ചത്. ഞങ്ങൾ ഇവിടുത്തെ ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശവും ടൗണും എല്ലാം കൂടെ കൂടിയൊരു സ്ഥലത്ത് കൂടി ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെയൊക്കെ ടൗണ്, ഇതിന്റെ ബേക്കിലേക്കൊക്കെ ഇവരുടെ വീടുകൾ അല്ലേ, നല്ല ഭംഗി. പക്ഷെ ഇവരെ വീടിന്റെ മേൽഭാഗം ചേട്ടൻ ശ്രദ്ധിച്ചോ? മറ്റേ റൂഫില്ലേ, ആ റൂഫാണ്.
ആ റൂഫ് ഷീറ്റും അങ്ങനെയൊക്കെയാണ്. എനിക്ക് തോന്നിയത് അറിയോ, മഞ്ഞ്. പക്ഷെ തടി ഒക്കെ വെച്ചിട്ടാടി ഉണ്ടാക്കിയ വീടുകള്. പക്ഷെ അവരൊന്ന് വീട് കയറാൻ പറ്റുന്നേ നല്ലതായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നത് ഈ മഞ്ഞ് മറ്റേ സൈസ് വീടുകളുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ ഈ റൂഫുള്ള വീടുകൾ തന്നെയല്ലേ ഇടിച്ചിട്ടേനെ. എനിക്ക് തോന്നുന്നതേ ഈ മഞ്ഞൊക്കെ മേളിലേക്ക് വീഴുമ്പോഴേ ഇതൊക്കെ തട്ടിക്കളയാനൊക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടിട്ടായിരിക്കും. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരേ ലെവലിൽ ഇങ്ങനെ ഇവിടുന്ന് ഇതുണ്ടോ, ഇതൊക്കെ ഇവരുടെ വീടുകളാണ് കേട്ടോ. ഇതൊക്കെ കടകളാണ്, ബേക്കിലേക്കുള്ളതൊക്കെ വീടുകളാട്ടോ. അതാണ് ഇപ്പൊ എന്റെ ഒരു ആഗ്രഹം കേട്ടോ. ഇനി മേൽഭാഗം കണ്ടോ, ഇതാണ് ഇപ്പൊ ഇവരുടെ എല്ലാ വീടുകളുടെ മേളിൽ ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. മഞ്ഞ് കാണാൻ പറ്റിയാ മതിയായിരുന്നു. ആ അവരില്ലേ, അവര് കണ്ടില്ലല്ലോ. ആ ഓ അതും പറയാൻ പറ്റില്ല. നമ്മള് വേണ്ട, ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളടുത്ത് അവിടെ എൻട്രി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. 100 രൂപയാണ് എൻട്രി ഫീസ്. പിന്നെ അത് ഞങ്ങൾ മേടിച്ചു കേട്ടോ. ഇത് ഗവൺമെന്റിന്റെ ആണ്. ഇത് ഇല്ലെങ്കിൽ തിരിച്ചു പോയാൽ 500 രൂപ നമ്മുടെ ഇന്ന് വാങ്ങും കേട്ടോ. അപ്പൊ ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഇത് മേടിച്ചിട്ട് ഇത് സൂക്ഷിച്ചു വെക്കണം എന്നാണ് ഇപ്പൊ ഈ ഇതിലേക്ക് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ മഞ്ഞും കാര്യങ്ങളൊന്നും ഇവിടേക്ക് കയറിയിട്ടും കാണാനൊന്നും ഇല്ല അല്ലേ? വരൂലേ? അത് സത്യം. മേളിലുള്ള മഞ്ഞ് അല്ലെങ്കിൽ നിനക്ക് മഞ്ഞ് കാണാൻ അത്ര ആഗ്രഹമാണെങ്കിലേ ഫ്രിഡ്ജ് തുറക്കുക, ഫ്രീസറിൽ കൈയിടുക, മഞ്ഞ് കിട്ടും, ഐസ് കിട്ടും. ഇതുണ്ടോ, കശ്മീരിലെ ഓരോ വീടുകളാണ് കേട്ടോ. വീട് പണി തീർന്ന വീടുകളുണ്ട്, പണിതോണ്ടിരിക്കുന്ന വീടുകളുണ്ട്. മഞ്ഞ് കൊള്ളാം. പക്ഷെ ഇവിടുത്തെ വീട് താമസമൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ? പക്ഷെ അവർക്കത് ചിലപ്പോ ശീലമായിരിക്കാം, അങ്ങനെയുണ്ടല്ലോ. പക്ഷെ വഴി അടിപൊളിയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ സൈഡിൽ കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫുള്ള് പട്ടാളക്കാര്, അതിനൊരു കുറവുമില്ല. ഇവിടെ അങ്ങനെ കുറവ് വരുത്താൻ പാടില്ല അല്ലേ? ഏരിയ അല്ല അത്. പൊളിയാണല്ലേ, നല്ല തണുപ്പുണ്ട് കേട്ടോ. മഞ്ഞ് കാണുമ്പോ അറിയാം തണുപ്പ് അറിയുന്നേ. വണ്ടിയുടെ ഉള്ളിലാവുമ്പോ നമ്മൾ വലിയ അറിയുന്നില്ല കേട്ടോ. ഇത് കണ്ടോ, റോഡിന്റെ നടുക്കൊരു മരം പൊളിച്ചല്ലേ. ആ മരം കളയാണ്ട് തന്നെ അവര് റോഡ് പണിതേക്കാണ്. പൊളി. കാരണം നല്ല മരം, നല്ല വലിയ മരം. മരം വെറുതെ കളഞ്ഞിരുന്നെങ്കിൽ വലിയൊരു വീതിയുള്ള റോഡ് കിട്ടിയ, പക്ഷെ വലിയൊരു അത് കളഞ്ഞില്ല, അത് പൊളിച്ചത്. പക്ഷെ ഇവിടുത്തെ മരങ്ങളൊക്കെ ആകെ സങ്കടം പിടിച്ച് നിൽക്കുന്ന പോലെ അല്ലേ? കാരണം ഇലകളൊന്നുമില്ല. ഇനി അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇലകളൊക്കെ വരുമായിരിക്കും അല്ലേ? തണുപ്പ് കുറയുമ്പോ. ഇവിടെ പക്ഷെ അങ്ങനെ വലിയ തണുപ്പ് കുറയാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്നാലും ഇലകളൊന്നുമില്ല, ഇലകളൊക്കെ മാറി പൂക്കളൊക്കെ വരും. അതിനൊക്കെ ടൈം ഉണ്ടാവുമല്ലോ. തണുപ്പൊക്കെ ആണെങ്കിലും ഇവർക്ക് അതിനുള്ള പ്രതിരോധ ശേഷിയുള്ള തൈകളൊക്കെ തന്നെ ആയിരിക്കാം. കൊള്ളാം. നമ്മളിപ്പോ ഒരു പാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണോ. ഈ പാലത്തിന്റെ താഴെ കൂടെ പോകുന്ന ഈ നദി സിന്ധ് നദിയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അത്യാവശ്യം വെള്ളമുണ്ട് അല്ലേ? അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. അല്ല, നമ്മൾ ഏറ്റവും കാശ്മീരിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും കൂടുതൽ തണുപ്പ് കൂടിയ സ്ഥലം എന്നൊക്കെ പറയുന്നു. ഇവിടെ ഇറങ്ങാൻ പറ്റുമോ സിന്ധു നദിയില്? ചെന്നേച്ചാലും മതി. ഇവിടെ 2 വണ്ടികൾ നിർത്തി പട്ടാളക്കാര് നമ്മളെ വെടിവെച്ചു കൊല്ലും. അല്ല, ഇവിടെ വണ്ടികൾ നിർത്താൻ തോന്നി. ഓ വേണ്ട, സീനാണോ നമുക്ക് അറിയില്ലല്ലോ. സീനൊന്നും കാണില്ല. ഇതുണ്ടോ, ഇതൊക്കെ കൃഷിയാണ് ഇവിടെ അല്ലേ? നെല്ല്. ഇത് നെല്ലാണോ പുല്ലാണോ? വേറെന്തോ സാധനം. നല്ല വെണ്ടാലും പച്ചപ്പ്. നല്ല പക്ഷെ ഈ പൂ കാണാൻ എന്തൊരു ഭംഗിയാ നമുക്ക്. വാവ്, പച്ചേന്റെ ഇടയ്ക്കൊരു മഞ്ഞ. കൊള്ളാം. ആ മേളിൽ കാണുന്നതാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മഞ്ഞ കേട്ടോ. കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അല്ലേ? മേളി മാത്രമേ കാണുന്നുള്ളൂ, അടുത്തോട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം. നമുക്ക് പോയി നോക്കാം. ഇതുണ്ടോ, ഇവിടുത്തെ ഒരു ഗ്രാമമാണ് കേട്ടോ. ഫുള്ള് വണ്ടികൾ, വീടുകൾ. വണ്ടികളുള്ള ഗ്രാമമല്ല, വീടുകൾ എന്നാണ് പറയാൻ വേണ്ടി വന്നിട്ടോ. ഇതൊക്കെ ഹോട്ടലിലെ ഇപ്പുറ സൈഡിലേക്കൊക്കെ ഉള്ള വീടുകളല്ലേ? വീടുകളൊക്കെ കാണുന്നത്. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മള് മറ്റ് സ്ഥലത്ത് കൂടി പോകുന്ന പോലെയല്ല, ആ ഫ്രണ്ടില് മഞ്ഞുമലയായിട്ട് ഇങ്ങനെ ഒരു റൂട്ടിൽ കൂടി പോകുമ്പോൾ അത് വല്ലാത്തൊരു ഇതല്ലേ? എക്സ്പീരിയൻസ് ആണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പട്ടാളക്കാരും നിൽപ്പുണ്ട്. നിന്ന് കാല് കഴിച്ചു മടുത്തിട്ടുണ്ടോ അവർക്കല്ലേ? ഈ തണുപ്പും സമ്മതിക്കണം അവരെയൊക്കെ. ഇത് തോക്കാണ്. എത്ര കിലോ വരും അറിയാം സാധനം. അതൊരു ശരിയാ. ഇപ്പൊ പട്ടാളക്കാരന്മാരോടൊക്കെ ഒരു ബഹുമാനം തോന്നുന്നില്ലേ? അല്ല, എല്ലാവരും എനിക്ക് പട്ടാളക്കാരോട് പണ്ടേ ബഹുമാനം. അല്ല, ഇവിടെ ഇപ്പൊ കാണുമ്പോ ഒന്നും കൂടി ഒരു ബഹുമാനം തോന്നുന്നില്ലേ? ഈ തണുപ്പത്ത് ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ നിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ
ഒരു ഫീല്. ഞങ്ങളങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. ഇത് കണ്ടോ, ഇതാണ് നമ്മളെ സിന്ധു നദി. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? മേളിലൊക്കെ മരങ്ങളൊക്കെ കണ്ടോ, പുള്ളി. ഇത് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട്, ഒഴുകുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടേ. നല്ല കാറ്റാട്ടോ. ഇത് കണ്ടോ, ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന പുള്ളിയായിട്ടുണ്ട് അല്ലേ? ആയിരിക്കാം, നല്ല ഐസ് വെള്ളമായിരിക്കും. കൊള്ളാലേ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, ഉരുളൻ കല്ലുകളാ. എന്ത് മരാണെങ്കിലും ഇല്ല, അടിപൊളിയായിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഉരുണ്ട ഉരുളൻ കല്ലുകളുടെ മേളിൽ കൂടെ ഉരുണ്ടിട്ട് മേളിൽ എന്നെ ഉരുട്ടാനല്ലേ പോകുന്നത്. അങ്ങനെ വരുന്ന നദിയാലേ. അപ്പൊ ഇതിന് ഈ മഞ്ഞുരുകി വരുന്നതായിരിക്കും. ആണല്ലേ? ഇതുണ്ട്, അവിടെയൊക്കെ മഞ്ഞാണേ. പക്ഷെ നമ്മള് കാണുന്നിടത്തൊന്നും മഞ്ഞില്ലല്ലോ. അവിടെ അവിടെയും ആ സൈഡിലും മഞ്ഞുണ്ട് കേട്ടോ. അവിടെയുണ്ട് ചുറ്റിനും മഞ്ഞും, നടുക്ക് മഞ്ഞില്ലാത്ത മരുഭൂമി പോലത്തെ സ്ഥലം. നല്ല ഭംഗി, ഒരു പ്രത്യേകതരം ഭംഗിയില്ലേ ഇവിടെ അല്ലേ? കണ്ടോ, നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് എല്ലാം മഞ്ഞുമലകളാണ് കേട്ടോ. പക്ഷെ ഈ താഴേക്കൊന്നും ഇല്ല. സീസണല്ലാന്ന് തോന്നുന്നു അല്ലേ? നമ്മള് തണുപ്പ് സീസണിലാണ് വരുന്നതെങ്കിൽ, അതായത് മഞ്ഞ് വീഴുന്ന സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെയൊക്കെ മഞ്ഞുണ്ടാവും. ഇതിപ്പോ നമുക്ക് വേറെ, നമുക്ക് പേടിക്കാണ്ട് ഇതിൽ വണ്ടി ഓടിക്കാലോ. മഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ ഗ്രിപ്പൊന്നും കിട്ടിക്കോളാൻ നിർബന്ധമില്ല റോഡിലേ. അപ്പൊ ഇതിപ്പോ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റില്ലല്ലോ. മഞ്ഞ് കാണാൻ നമുക്ക് നോക്കാം. മലയാളിയാണോ അറിയില്ല, എത്തി വലിയ നോക്കുന്നത് മിലിറ്ററി വണ്ടിയാന്ന് തോന്നുന്നല്ലേ? അതും അറിയില്ല. മിലിറ്ററിക്കാരാണെങ്കിൽ അവരുടെ യൂണിഫോം കാണട്ടെ. ശരിയാണ്, ആ ചേട്ടന്റെ യൂണിഫോം ഒന്നും കണ്ടില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് മഞ്ഞിന്റെ കഥകൾ കേട്ടോ. അതെ, എന്തായാലും അടിപൊളി വ്യൂ ആണ്. വ്യൂ അടിപൊളിയാണ്. എല്ലാ ഫുൾ സ്ഥലത്തും മലകള്, അതിന്റെ നടുക്ക് കൂടെ വഴി. പക്ഷെ മേളിലൊക്കെ മഞ്ഞ്. നമ്മള് പക്ഷെ മഞ്ഞിന്റെ അടുത്ത് എത്തി മളെ എത്തി. പക്ഷെ നമുക്ക് അടുത്തേക്ക് കാണാൻ പറ്റില്ല. എത്തിയില്ല. പക്ഷെ സോനാമാർഗ് എത്തിയിട്ടില്ല. അടിപൊളി. ഇതൊരു വല്ലാത്ത കാഴ്ച, നമ്മൾ കാണാൻ പറ്റുന്ന തീരെ പ്രതീക്ഷിച്ചതല്ല. ഇപ്പൊ നമ്മള് കയറിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം വലിയൊരു കയറ്റാണ് കേട്ടോ. സൈഡിലെല്ലാം മഞ്ഞുമലകളെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു കയറ്റത്തിലേക്കല്ലേ? ശരിക്കും ഇതൊക്കെ മഞ്ഞുമല ആയിരുന്നു കേട്ടേ. വെയിലടിച്ചിട്ടില്ലേ? എന്തായാലും കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ പോവാം. അടിപൊളി വ്യൂ ആട്ടോ. പക്ഷേ ഈ വലിയൊരു മലകൾ, ഒരു പ്രത്യേകതരം മലകളാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ അങ്ങനെ പോണ വഴിക്ക് കുറേ നോക്കി. അപ്പോൾ തൊട്ടടുത്ത ഐസുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് കണ്ട, ഇത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും ഒന്ന് ഇറക്കിയത്. അപ്പോൾ ആൻസി അല്ല ഇറക്കിയതെന്ന് നിർത്തിയത്. അപ്പോൾ ഇതൊക്കെ അതിലൊന്നും ചവിട്ടണ്ട. ആഹാ, ഇതാണ് ഈ ഐസ് എന്ന് പറഞ്ഞ സാധനം അല്ലേ? ഒന്ന് പോയി തൊട്ട് നോക്കൂ. ഇവരിനി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടേക്കുന്ന ഐസായിരിക്കുമോ? മറിക്കുന്നോട്ടെ, ഐസ് തന്നെയല്ലേ? ആഹാ കൊള്ളാം. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഐസ് തൊട്ടു അല്ലേ? പക്ഷേ ഇത്ര ഐസ് പോരാ അല്ലേ? ഇവിടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇതൊക്കെ ഉരുകിക്കൊണ്ടിരിക്കുക. നല്ല വെയിലാ. മനസ്സി ഇങ്ങോട്ട് നോക്കൂ. ഇപ്പം ഈ ഐസ് വെച്ച് എറിയില്ലേ നമുക്ക് നടക്കുള്ളൂ. നമുക്ക് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ വേറെ ഐസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ? ഇത് ഇവിടെ ഉണ്ട് ഐസ്, അവിടെയൊക്കെ ഉണ്ട്. അതായത് ഫ്രിഡ്ജിലുള്ള മഞ്ഞല്ല, അങ്ങനെ ചിന്തിക്കരുത്. അല്ലാത്ത മഞ്ഞ് ഇതുണ്ടല്ലേ, ഇതിപ്പോ ഈ കടയുടെ മുമ്പിലൊക്കെ ഉണ്ട്. ആ സംഭവം എന്താ വെച്ചാൽ ഉരുകിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും സോനാമാർഗ് എത്തിയാൽ നമുക്ക് മഞ്ഞ് കാണാം, അതിലേ സംശയമൊന്നും വേണ്ട. എന്തായാലും സമാധാനായില്ലേ? ഇത്രയും ദൂരം വന്നിട്ട് മഞ്ഞ് കാണാതെ പോവാന്ന് പറയുമ്പോഴേ ഭയങ്കര ഒരു ഇതായത്. എന്റെ ഈ കയ്യേല് ഇന്ന് രാവിലെ ഞങ്ങളൊരു കടയിൽ കയറിയപ്പോ ആ പുള്ളി ഞങ്ങളെ വിളിച്ചിട്ട് കേട്ടോ, കുങ്കുമപ്പൂവും കാണിച്ചൊന്ന് ഒരു സ്പ്രേ കാണിച്ചത്. പുള്ളിന്റെ കയ്യിൽ സ്പ്രേ അടിച്ചേ, നല്ല മണം. അത് ഇടയ്ക്ക് ഇങ്ങനെ വലിക്കും, നല്ല സൂപ്പർ മണം. അത് സ്പ്രേ അല്ല, അത്തറാണ്. അത്തറല്ലേ? കുങ്കുമപ്പൂവിന്റെ അത്ര 350 രൂപ. നല്ല മണം എന്തായാലും. നമുക്ക് നേരെ പോയി നോക്കാം. ഇവിടെ വലിയൊരു ഗർത്തം പോലത്തെ വഴി, അപ്പുറത്ത് മഞ്ഞ്.
വഴി അടിപൊളിയല്ലേ? വണ്ടി ഓടിക്കാൻ ഭയങ്കര ഒരു ഫീൽ അല്ലേ? നിനക്കറിയില്ലല്ലോ, ഞാനല്ല വണ്ടി ഓടിക്കുന്നവർക്കല്ലേ അറിയുള്ളൂ. ഈ പാറൊക്കെ തുരന്നിട്ട് ഇങ്ങനെ സൈഡ് ചെത്തി എടുത്തേക്കും അല്ലേ? അതിങ്ങനെ വഴിയാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ എടുത്തതായിരിക്കും. ഇവിടെ ഒക്കെ വീടാണ്, താഴേക്കൊക്കെ വീടുകളാണ്. വീടാ ഇത് കണ്ടില്ലേ? ആ വീടിന് ചുറ്റും മഞ്ഞൊക്കെ അതിലേതെങ്കിലും ഒക്കെ വീട്ടിൽ താമസിക്കണം. ഈ രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഐസായിട്ടിരിക്കും, ഫ്രീസറിൽ ഇരിക്കുന്ന പോലെ ഇരിക്കും. വെള്ളം മഞ്ഞുണ്ട്. കൊള്ളാല്ലേ? അടിപൊളിയാ. നമ്മളേ ചെക്കന്മാർ റോട്ടിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കും. അവനെ 6 അടിച്ചാക്കല്ലേ ഞങ്ങളുടെ ചില്ല് പോവും. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ എവിടത്തെ എവിടെയാണെന്നറിയാം. 6 ആണോ ഭാഗ്യം, അവൻ അടിച്ചില്ലേ. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയിലെ സ്വർഗത്തിൽ കൂടിയാണ്. അപ്പൊ ഇന്നലെ നമ്മൾ ആ വഴി കട്ടർ വഴിയൊക്കെ അല്ലായിരുന്നു. അതെന്താ സംഭവം അറിയാം? പണ്ടാരോ പറഞ്ഞ പോലെ സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞ, അത് സംഭവം സത്യ. മുള്ളും നിറഞ്ഞാണ് നമ്മൾ ഇന്നലെ വന്ന വഴി. ഈ സൈഡിൽ കൂടെ ഒക്കെ കിടക്കുന്നത് മഞ്ഞ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഏതാണ്ട് ഉരുകിയിട്ട് കുറച്ചായിട്ടുള്ളൂ. ഈ വെള്ളം കിടക്കുന്നുണ്ട്, നീ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നടക്കുന്ന ചേട്ടന്മാരുടെ മേത്തൊന്നും വെള്ളം തെറിക്കരുത്. വെള്ളം തെറിച്ചാൽ നമ്മൾ ഇവിടുന്ന് ചിലപ്പോ പോക്കുണ്ടാവില്ല. അവരെന്താ പറയുന്നത് നമുക്ക് മനസ്സിലാവൂല്ലോ. അതെ, വേറെ കാര്യമാണ്, വേറൊരു സത്യം. ഈ കിടക്കുന്ന ഐസ് കട്ടകളാണ്, ഐസാണ് കേട്ടോ. ആ വഴി കയറി പോയി അങ്ങോട്ട് പോയ ഐസ് കാണാൻ. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? പാടുണ്ടോന്നും നമുക്ക് അറിയില്ലല്ലോ. അവിടെ പാടൊക്കെ ഉണ്ട്, ആൾക്കാരവിടെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. നമുക്ക് തിരിച്ച് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കാം. എന്ത് അങ്ങനെ നമ്മൾ സോനാമാർഗ് പോകുന്ന റൂട്ടിൽ ഞാൻ വേറൊരു സംഭവം കൂടി കണ്ട് നിർത്തിയതാണ്. അങ്ങോട്ടൊന്ന് ഇറങ്ങാനൊരു വഴി ഉണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കി. വഴി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് താഴേക്ക് ഇറങ്ങാമായിരുന്നു. ഇത് കണ്ടോ, അപ്പോൾ താഴെയൊക്കെ ഫുള്ള് മഞ്ഞ്. ആ വെള്ളത്തിൻ്റെ കളർ നോക്ക്, അത് പൊളിച്ച്. അത് നമ്മുടെ സിന്ധു നദിയാണെന്ന് തോന്നുന്നേ. അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഇപ്പോഴും മഞ്ഞ് അലിത്ത് ഇറങ്ങുന്നേ ഉള്ളൂ. സൂപ്പർ, വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ. വേറെ ഒന്നും വേണ്ട, നമ്മുടെ യാത്ര ധന്യമായി. ദൈവമേ, ഇവിടെ 2 ഗിടാഗടിയന്മാർ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. ഇതൊക്കെ വീടുകളാട്ടോ, ഒക്കെ വീടുകളിലും ആൾക്കാരുണ്ടെന്നുള്ളതാണ് വേറെ സത്യം. എന്തായാലും നമുക്ക് പോവാമേ. ഞങ്ങൾ മഞ്ഞുമലേന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ വമ്പൻ ചെളിയും റോഡ് പണിയുള്ള വഴികളുമാണല്ലേ. എന്നാലും നമ്മളത് കാര്യമാക്കുന്നില്ല. ഞങ്ങൾക്ക് മഞ്ഞ് കാണണല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞങ്ങൾ അങ്ങനെ പോവാണ് കേട്ടോ. ഇവരൊക്കെ അങ്ങോട്ട് ചളി അങ്ങോട്ട് തെറിപ്പിക്കുകയാണ് കേട്ടോ. പോയി വരുന്ന വണ്ടിയിലേക്ക് കോലം കണ്ടാ അറിയാം. പക്ഷെ നമ്മുടെ വണ്ടിയിൽ ചെളി ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. കാരണം രാവിലെ എന്റെ കൈയല്ല, എന്റെ പാന്റൊക്കെ ഒന്ന് ഈ വണ്ടിയെ തട്ടിയപ്പോ അതിന്റെ കോലം കണ്ടതല്ലേ. അത് ഇന്നലെ ഒറ്റ യാത്ര തന്നെ, ഇന്നലെ രാത്രി. ഇന്നലത്തെ ആ ചളിയിൽ കൂടെ വന്നതിന്റെ നമുക്ക് ഇവിടുന്ന് തിരിച്ച് ജമ്മു ഇറങ്ങിയിട്ട് മഞ്ഞുമലകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒന്നിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല കേട്ടോ. പിള്ളേരൊക്കെ ക്രിക്കറ്റ് കളിയാണ് റോഡിൽ ഇറങ്ങി. എല്ലാ പിള്ളേരും ടാറ്റയൊക്കെ തരുന്നത് എന്താണ്, ഇനി മേളിൽ എന്താണോ സംഭവിക്കുന്നത് അറിയില്ല. ടാറ്റയൊക്കെ തന്നിട്ട് ഇരിക്കുന്നുണ്ട്, എന്താണോ മാത്രം അറിയാം. പോയി നോക്കാം നമുക്ക് എന്തായാലും. നമ്മുടെ മുമ്പിലൊരു വണ്ടിയുണ്ട്, ആ ഒരു ധൈര്യത്തിലാ ഞാൻ പോണേ. അതൊരു ജമ്മുക്കാരനാണ് ആണല്ലേ. പുള്ളിന് വീട്ടിലേക്ക് പോകുന്നതാണോ നമുക്കറിയാം, പറയാൻ പറ്റിയല്ല. പോയി നോക്കാം എന്തായാലും. അങ്ങനെ നമ്മളിവിടെ അടുത്തൊരു ബ്ലോക്കിൽ പെട്ടു കേട്ടോ. ബ്ലോക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം മേളിലുള്ള വണ്ടികൾ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ ഉള്ള വണ്ടികൾ അങ്ങോട്ട് വിടും. അങ്ങനെയാണ് കേട്ടോ. ഫുള്ള് കണ്ടോ മഞ്ഞും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ട് എന്താണ് അവസ്ഥ നമുക്കറിയില്ല. ഇവര് വേണമെങ്കിൽ എല്ലാ വണ്ടിയും ചെങ്ങലൊക്കെ ഇട്ടാ വരുന്നത്, അതാണ് വേറെ പ്രത്യേകത. തിരിച്ചു വരുന്നത് കാറുകൾക്കൊന്നുമില്ല, കാറിനൊന്നുമില്ല. മറ്റു സൈസ് വണ്ടികൾക്ക്, ഈ വലിയ സൈസ് വണ്ടികളൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചും കൂടെ അപ്പുറത്തോട്ടെങ്ങാനും പോയി വല്ല ആവശ്യത്തിനൊക്കെ പോയിട്ട് വരുന്ന വണ്ടികളാണോ നമുക്ക് അറിയില്ലല്ലോ. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ ബ്ലോക്കിൽ നിന്ന് മാറിയിട്ടോ. കാരണം ഈ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെല്ലാം വിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് വിടുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ അവരെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങിയില്ലേ. പിന്നെ മഞ്ഞൊക്കെ ഇങ്ങനെ അടുത്തടുത്തായി തുടങ്ങി. കൊള്ളാം, ഇഷ്ടപ്പെട്ടു അല്ലേ. തണുപ്പ് വരിക. അപ്പോ ഷൂ വേണം, സോക്സ്, സെറ്റർ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കുറെ ആൾക്കാർ റെന്റിന് ഷൂവും കാര്യങ്ങളെല്ലാം വന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവരെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അറിയാം അവിടെ എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത്. അറിയാം നമ്മളെ കാത്തിരിക്കുന്നത് എന്താണ്, നമുക്ക് അവിടെ പോകുമ്പോൾ നോക്കാം. പൊളി, ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി മഞ്ഞുണ്ടല്ലേ. മഞ്ഞിനൊന്നിട്ടൊരു ക്ഷാമമില്ല. പക്ഷെ അടുത്തോട്ടില്ല എന്നുള്ളതാണ് വേറെ പ്രശ്നം. ഇതൊക്കെ ഈ വണ്ടിയിൽ നിർത്താനുള്ള സ്പേസ് ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ.
നിർത്താനുള്ള ഒരു സ്ഥലം കാണുവാണെങ്കിൽ നമുക്ക് എല്ലാരും ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മഞ്ഞിന് അങ്ങനെ വേറെ പ്രശ്നം കൂടി ഉണ്ട്. എല്ലാരും ഇറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇറങ്ങി നിൽക്കാവുള്ളൂ. താന്നു പോയാൽ നമ്മളെ ഈ മഞ്ഞിൽ ഇങ്ങനെ പിന്നെ വല്ല വിശുദ്ധനൊക്കെ ആയിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. മഞ്ഞിൽ താന്നു പോയാ അതുകൊണ്ടല്ല, നമ്മള് മഞ്ഞിലാണല്ലോ താന്നു പോണേ, അപ്പൊ നമ്മുടെ ശരീരം അഴുകൂലല്ലോ. നമുക്ക് പോയി നോക്കാം എന്തായാലും അവിടെ എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ അടിപൊളിയാണല്ലേ. എനിക്കിങ്ങനെ മറ്റേ ഇങ്ങനെ ഞാനിങ്ങനെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്നതായിട്ടൊക്കെ. കൊഴിഞ്ഞ് വീഴുന്നല്ല, മഞ്ഞ് പെയ്യുന്നത്. മഞ്ഞ് പെയ്യുന്നത് കൊഴിഞ്ഞ് വീഴുന്നത്. അങ്ങനെയൊക്കെ കാണാൻ പറ്റും നമുക്ക് വിചാരിക്കാം അല്ലേ. ഇത്രയൊക്കെ കാണാൻ പറ്റില്ലേടി? ഇത്രയൊക്കെ കാണാൻ പറ്റി. അതെ, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കുറെ കാഴ്ചകളാണ് ഇതെല്ലാം. സ്വപ്നം കണ്ടിട്ടില്ല കാഴ്ചകൾ എന്നൊക്കെ പറയാല്ലേ. ഈ സൈഡ് നോക്കിയോ, മഞ്ഞ് മാറ്റി വെച്ചിരിക്കുക അല്ലേ. വെറുതെ അല്ല ഒരു സൈഡിലേക്ക് വണ്ടി വിടുന്നത്. താത്തണോ? ഇതൊക്കെ പലരും വീഡിയോയിൽ മാത്രം കണ്ടുള്ളൂ. നമ്മുടെ മേക്കിൽ ഒരു വണ്ടി പോലും ഇല്ല എന്നുള്ളതാണ് മറ്റു സത്യം. ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു വണ്ടിക്കാരനായിരുന്നു, അയാൾ ഞങ്ങളെ ചതിച്ച്. അയാൾ അവിടെ വണ്ടി നിർത്തി. അതുകൊണ്ട് ഞങ്ങളുടെ ബേക്കിലുള്ളവരെല്ലാം ഞങ്ങളുടെ മുന്നിൽ കയറി പോയി. നമ്മുടെ മുന്നുണ്ടായിരുന്ന ബ്ലൂ വണ്ടിയാണ്, അതുമായിട്ട് എന്തോരം വണ്ടികൾ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മുടെ ഇതൊരു കുഞ്ഞു വണ്ടി ആയതുകൊണ്ടേ എഞ്ചിൻ പവർ കുറവല്ലേ, അപ്പൊ കയറ്റത്തിൽ നിന്ന് എടുക്കുമ്പോ നമ്മൾ ഇച്ചിരി ഒന്ന് അതാണ്. ഇത് മറ്റേ ലേ ലഡാക്ക് പോണ സംഗതി ലേ ലഡാക്ക് പോണ വഴിയാണ്, പക്ഷെ ഇത്രയും ഹൈറ്റിൽ മഞ്ഞുണ്ട് ഇവിടെ. ലേ ലഡാക്ക് വഴിയൊക്കെ ഫുള്ള് മൊത്തം അതുകൊണ്ടായിരിക്കും ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര ശരിക്കും കാശ്മീർ ഇവിടം വരെ ആക്കിയത്. അല്ല, നമുക്ക് അറിയില്ലായിരുന്നല്ലോ. അതൊരു വേറെ സത്യം. അറിയില്ലാന്നുണ്ടായിരുന്നത് വേറൊരു സത്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഓളത്തിനൊത്ത് തള്ളണല്ലോ. പക്ഷെ മണാലിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ റിട്ടേൺ പോയിട്ട് കയറാം. ജമ്മു എത്താനാകുമ്പോഴാണ് തിരിയ. അത് ഇത്രയും ദൂരം തന്നെ വേറെയും പോകണം. അതാണ്, അത് ഹിമാചൽ പ്രദേശ് എന്തോ അല്ലേ. എന്തായാലും നമുക്ക് പോവാം. അല്ല, മഞ്ഞ് രണ്ട് സൈഡിലും മഞ്ഞിന്റെ നടുക്ക് കൂടി ഒരു വഴി, ഒരു കുഞ്ഞു വഴി. നമ്മൾ ഈ ഷോർട്ട് വീഡിയോയിലൊക്കെ കുറേ പേര് കണ്ടിട്ടുണ്ട്. പൊളിയാണല്ലേ. ഇത് കണ്ടോ മഞ്ഞ്. ഓ, ഇവിടെ വണ്ടി ബ്ലോക്ക് ചെയ്തേക്കുവാണല്ലേ. ബ്ലോക്ക് ചെയ്തതല്ല, ചേട്ടൻ കൊണ്ട് തട്ടിച്ചാന്ന് തോന്നുന്നു. ആർക്കിട്ട്? അല്ല, തട്ടിയതല്ല, ചേട്ടൻ പെട്ടെന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചു തട്ടിയത്. അല്ല, ഇത് അങ്ങോട്ട് പോവാൻ ബ്ലോക്ക് ചെയ്തേക്കുന്നതായിരിക്കും ഇവിടെ. ഇതിന്റെ ആ സൈഡിൽ കൂടി ആ വെള്ളം ഒഴുകുന്നുണ്ടല്ലേ, സിന്ധു നദി ഒഴുകുന്നുണ്ടല്ലേ. പൊളിയാണ്, പൊളി കാഴ്ചകളാണ് കേട്ടോ. രക്ഷയില്ല. എന്താ പറയാല്ലേ, ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. അത്ര തന്നെ. ഇത്ര അടിപൊളി കാഴ്ചയാണ് ഇവിടെ. ഫുള്ള് മഞ്ഞല്ലേ. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എനിക്കും ആഗ്രഹം. സോലാമർഗ്. ഇനി സോലാമർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സോലയല്ല, സോന എന്ന് പറഞ്ഞാൽ സ്വർണം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു പേരാണ് ശരിക്കും. വെള്ള സ്ഥലം, ഒരുമാതിരി ഉമ്മായം കൂട്ടിയിട്ടിരുന്ന പോലെ ഉണ്ട് അല്ലേ. എവിടെ നോക്കിയാലും വഴി മുഴുവൻ ഇങ്ങനെ തന്നെയാണല്ലേ. ഇത് മാറ്റാനായിട്ട് ആൾക്കാരുണ്ടാവും, ചിലപ്പോ ഉണ്ടാവും. നല്ലതാണ്ട് ഇരിക്കുന്നത് അവര് മാറ്റുന്നവരാ. അതുപോലെ ആയിരിക്കില്ലല്ലോ. വേറൊരു കാര്യം നീ ചിന്തിക്കണം, ഇത് വണ്ടിയും മാറ്റും, എന്നിട്ട് അത് കഴിഞ്ഞ് കുറെ ആൾക്കാർ ഇതേപോലെ ജോലിക്കാർ ഇങ്ങനെ മാറ്റിയിട്ടാണ് വണ്ടികളെ വിടുന്നത്. അപ്പൊ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും പോവാം നമുക്ക് അങ്ങോട്ട്. കുറെ പണിക്കാരുണ്ട് അല്ലേ. കുറെ പണിക്കാരുണ്ട്. ഈ മഞ്ഞത്ത് നിന്നിട്ട് ഈ പണിയെടുക്കുന്നവരെ സമ്മതിക്കണ്ടേ അല്ലേ. പക്ഷെ അവര് ഗ്ലൗസ് പോലും ഇട്ടില്ല. അവർക്ക് കൊള്ളാം. ഇനി അവിടെ ഇങ്ങോട്ട് വല്ല വണ്ടി വന്ന് നമ്മള് തേഞ്ഞ് കുറച്ച് ഫോൺ അടിച്ചു പോവാ, അല്ലെങ്കിൽ നമ്മള് പെടും. ആ ചേട്ടന്മാരുടെയൊക്കെ കഷ്ടപ്പാടാണ് നമ്മൾ ഈ റോഡ് ഈസി ആയിട്ട് നമ്മൾ ഇതിലിങ്ങനെ പോണത്. ഫോൺ അടിച്ചേക്കാം. ഇവിടെ ഒന്നും സൈഡ് കൊടുക്കാൻ പോലും ഇല്ല, സ്ഥലമില്ല. പക്ഷെ ഇങ്ങോട്ട് അധികം വണ്ടികൾ ഇപ്പൊ കാണുന്നില്ല കേട്ടോ. അത് ഇനി ഈ പോകുന്ന സെറ്റ് വണ്ടി, നമ്മള് മുന്നേ പോയ സെറ്റുകാരുണ്ടല്ലോ, അവര് തിരിച്ചു വരണായിരിക്കും. എനിക്കതല്ല, വേറെ എവിടെയെങ്കിലും നമ്മളെ ബ്ലോക്ക് ചെയ്യും. അറിയില്ല, നമ്മളെ മാത്രം. നമ്മുടെ മുന്നിലുണ്ടായിരുന്നവർക്ക് എവിടെയോ എത്തി, എത്തേണ്ടവർക്ക് എത്തിയവര്.
പക്ഷെ എന്താ പറയുക, ഇവിടെ ഒന്നും നമുക്ക് നിർത്താൻ പറ്റൂല വണ്ടി. കാരണം ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഇതെങ്ങാനും ഇങ്ങനെ ഇടിഞ്ഞു വീണ ലോറിക്കാരുണ്ട് അല്ലേ, അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. ആ ലോറിയിലാണ് വണ്ടിക്കാർ വരുന്നേന്ന് തോന്നുട്ടോ, പണിക്കാര്. ഇവിടെയൊക്കെ വേറൊരു കാര്യം അനുസരിച്ചറിയോ, ഇവിടെയൊക്കെ നമുക്ക് വീഡിയോ നിർത്താൻ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനത്തെ കാഴ്ചയാണ് അല്ലേ. സംഗതി ഇത് ചെളി പോലെയൊക്കെ ആയിട്ടുണ്ടല്ലോ. ആ അത് ഈ റോട്ടിൽ കിടന്നല്ലേ. ഇവിടെയൊക്കെ അവര് മണലിടുന്നുണ്ട് കേട്ടോ, മണലിടുന്നുണ്ടല്ലേ, ഗ്രിപ്പ് കിട്ടാനായിരിക്കും. കിട്ടാൻ എന്റെ അമ്മീ കിടക്കണ നോക്കണി, മഞ്ഞ് ഇത് നല്ല ഐസ്ക്രീം പോലെ ഉണ്ട് അല്ലേ. കുറച്ചെടുത്ത് തിന്നാലും കുറച്ച് തിന്നു അല്ലേ. നമുക്ക് തുടർന്ന് ഐസ്ക്രീം വേണം. നമുക്ക് അങ്ങോട്ട് ഇവിടെ നിർത്താൻ എനിക്കൊരു പേടി. ഇതുണ്ടോ, ഇതൊക്കെ നിക്കുന്നുണ്ടോ? അത് മൂടിയാ എന്താ നമ്മുടെ വണ്ടി അതിന്റെ ഉള്ളിലേക്ക് പോകും. പിന്നെ 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 എന്താ ബാക്കിയൊക്കെ അങ്ങ് ആയിക്കോളും, നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മഞ്ഞിന്റെ അടുത്ത് കൂടെ ആയിട്ടോ പോണേ, കിട്ടില്ല. പക്ഷെ എടുക്കാൻ കിട്ടില്ല, കൈ എത്തുന്നില്ല. അത് അവിടെ എത്തുമ്പോ കിട്ടും. നാൻസിനെ മഞ്ഞില് തൊടിയിച്ചില്ല എന്നൊരു പരാതി ഇവിടെ കേട്ടാ. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. നമ്മുടെ മുന്നിലുള്ള വണ്ടിക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട് അല്ലേ. കിട്ടില്ല, ദൂരെ അതൊക്കെ. ഈ മഞ്ഞ് വേണമെങ്കിൽ കിട്ടും. ഇത് അത് വേണ്ട, നമുക്ക് അങ്ങോട്ട് എത്തുമ്പോ കിട്ടും കേട്ടോ. ഇതുണ്ടോ, കയ്യത്തെ ദൂരത്താണ് മഞ്ഞ് നിൽക്കുന്നത്. പക്ഷെ കയ്യെ തൊടണ്ട, അതിന് പിന്നെ തന്നെ കൈയൊക്കെ ഇങ്ങനെ ഐസ് പോലെ ആവുന്നുണ്ട് ഇത്ര നേരം. പക്ഷെ നമുക്ക് ഭയങ്കര ചൂട്. ഇവിടെ വേറൊരു മാസം കൂടി എടുക്കുന്നുണ്ടോ? ഇതുണ്ടോ, ഇതൊക്കെ നല്ലത് കേട്ടോ. മഴ പെയ്യുന്നോ? ഇതൊരു തുള്ളിയല്ലേ. വേണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ എന്റെ കയ്യിൽ മഞ്ഞ് കിട്ടിട്ടോ. ഒരു കഷ്ണം, ഒരു കട്ട കഷ്ണം വേണോ? വേണോ അങ്ങനെ പറയല്ലേ. ഇതുണ്ടോ, കൊള്ളാവല്ലേ, അടിപൊളി കേട്ടോ. ഈ അടിപൊളി സ്ലിപ്പ് കളഞ്ഞിട്ടില്ല. എന്റെ കൈ നടക്കണോ? അങ്ങനെ ഞങ്ങള് വെൽക്കം ടു സോനാമർഗ് സോനാമർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. അതൊന്നും പറയാൻ പറ്റില്ല, നല്ല ചെളിയാണ് കേട്ടോ ഇവിടെ ഫുള്ള്. ഇതൊക്കെ ഇതിന് മേളിൽ കൂടി മഞ്ഞുണ്ടോ, തുള്ളി. അത് മാത്രല്ല, ഇങ്ങനെ ഈ ഗ്ലാസ് എന്ന് പറയില്ലേ, അതുപോലെ ഇങ്ങനെ നിക്കുന്നുണ്ടോ വെള്ളങ്ങളൊക്കെ. കൊള്ളാം, ഇവിടെ വലിയ ഗർത്തം പോലെ ഫുള്ള് വെള്ളമാണല്ലോ. പിന്നെ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, പേടിക്കാനൊന്നുമില്ല. അങ്ങനെ അവര് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്യാം. വലിയ പാതയാണിത്, പക്ഷേ ഇപ്പൊ ഒരു വരി പാത, ഒരു വരിയുള്ളൂ. രണ്ടുവരി പാതയാണോ? അല്ല, ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകാനുള്ള അങ്ങനത്തെ രണ്ടുവരിയാണ്. അങ്ങനത്തെ രണ്ടുവരി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാല്ലേ. ഇനിയിപ്പോ പേടി എന്താ അറിയോ, സോനാമർഗ് എന്നിട്ട് നമ്മള് തിരിച്ചു വിടുമെന്നുള്ള. പിന്നെ എന്താ രാത്രിയായ ഇതിലെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ. സോനാമർഗ് എന്തായാലും നിൽക്കാൻ പറ്റില്ലല്ലോ. സോനാമർഗ് റൂമുകളൊക്കെ കിട്ടുമായിരിക്കും അല്ലേ. നമ്മുടെ സാധനങ്ങൾ നമ്മുടെ റൂമോ അവിടെ കിടക്കും. പിള്ളേരെ വിളിച്ചു പറയേണ്ടി വരും അല്ലേ. വിളിച്ചു പറയലിച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ഗ്ലാസ് ഇങ്ങനെ ഗ്ലാസ് നിക്കുന്ന പോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ അമ്മാതിരി ചെളിയും പൊടിയുമാണ് തെറിച്ചോണ്ടിരിക്കുന്നത്. വഴിയാണ് ചോദിക്കുന്നത്, നമ്മൾ അങ്ങോട്ട് പോകുമോന്നാണ് ചോദിക്കുന്നത്. 3 കിലോമീറ്ററും കൂടിയാണ് നമ്മൾ പോകുന്നുള്ളൂ, ഇനി നമ്മൾ തിരിച്ചിറങ്ങുള്ളൂ. നമുക്ക് പോവാം. ഇപ്പൊ നമ്മളുള്ളത് 2730 മീറ്റർ മേളിലാണ് കേട്ടോ, ഹൈറ്റിലാണ് കേട്ടോ, സീ ലെവലിൽ നിന്നല്ലേ. നീ അങ്ങനെ ഇടയ്ക്ക് വലിയ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുതല്ലേ. ഞാൻ പണ്ടേ പഠിത്തത്തിൽ ഇച്ചിരി വീക്കാ. അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വണ്ടികൾ വരുന്നുണ്ടോ. പക്ഷെ ഇവിടുത്തെ ആൾക്കാരൊരു ഡ്രസ്സ് ഉണ്ടോ, ഒരു കോട്ട് വലിച്ച സാധനം, അവരതിൻ്റെ ഉള്ളിലേക്ക് ഡ്രസ്സിനുള്ളിലേക്ക് ഇതങ്ങിട്ടിട്ട് അങ്ങനെ അങ്ങ് പോവാണ് ചെയ്യുന്നത്. അവർക്ക് തണുപ്പും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല. അവർക്ക് തണുപ്പുണ്ട്, പക്ഷെ ഇതുണ്ട് ചേട്ടന്മാരൊക്കെ ഉണ്ടോ. ഇതാണ് ഈ 2-3 സൈഡിലായിട്ട് ഇങ്ങനെ വണ്ടിക്കാർ നിന്നാ പിന്നെ എങ്ങനെ ബ്ലോക്ക് ആകാതിരിക്കുന്നത്. അത് ഇവിടെ വണ്ടി നിർത്തുന്ന ഇതാണ് ചേട്ടി സോനാമർഗ് എന്ന് പറഞ്ഞ സ്ഥലം. സോനാമർഗ് എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. അപ്പൊ ഇവിടെ വരെ നമ്മളിവിടെ വരെ ഉള്ളൂ. സോനാമർഗ് എന്ന് പറഞ്ഞ സ്ഥലം ഇതായതുകൊണ്ടാണ് നമ്മൾ അത് തന്നെയാ പറഞ്ഞു. ഇനി തിരിച്ചില്ലെങ്കിൽ നല്ല തെറിയും കൂടി പറയാം. കിട്ടും. അങ്ങനെ ഞങ്ങള്
വണ്ടിയിൽ നിന്ന്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അമ്പോ എന്നാ കാഴ്ചയല്ലേ. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇവന്മാരെ കൊണ്ടാണ്, അതായത് ഗൈഡുമാര്. നമ്മൾ വണ്ടി എവിടെ ഒന്ന് ഇവിടെ ഓരോ അഡ്വഞ്ചർ ഉണ്ടെന്ന് പറയുന്നു. അഡ്വഞ്ചറിന്റെയും വണ്ടിക്കാരെയും കൊണ്ടൊരു അത് സ്നോ ബൈക്ക്. അവരെ കൊണ്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് അങ്ങനെ സ്നോ ബൈക്കിൽ പോകണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. നമുക്ക് ഈ മഞ്ഞിലൊന്ന് തൊട്ട് കളിക്കണം, അത്രേ ഉള്ളൂ ആഗ്രഹം. അടിപൊളി അല്ലേ? നോക്ക്, കാണുന്നല്ല, അടിപൊളി സിഗരറ്റ്. പക്ഷെ എന്റെ കാണുന്നില്ലേ? ഇല്ല, നന്നായിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങള് ചെറിയ ടാറിങ്ങിന് പോവാണ് കേട്ടോ. ഇത് ആൻസി, ഇതിലും നല്ലത് നമ്മുടെ ഷൂ ആയിരുന്നു തോന്നുന്നല്ലോ. ഇവിടെ ഇവരെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ചില സ്ഥലത്ത് കുഴി കണ്ടോ ആൻസി? ഇവരിങ്ങനെ ചവിട്ടിയിട്ട് കുഴിയാക്കുന്ന. അമ്മേ, താന്നു പോണ്. ഷൂ ഇത്രയും തെന്നുന്നില്ലായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഈ മഞ്ഞിങ്ങനെ കാണണം, മഞ്ഞിൽ കൂടി നടക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. വേണ്ട, നമ്മള് ഹിന്ദി ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ കേട്ടോ. അല്ല, ഇത്രയും പറഞ്ഞിട്ട് ഒരു സമ്മതിക്കുന്നില്ലല്ലേ. അപ്പൊ നമുക്ക് കുറച്ച്, എന്റെ കണ്ണൊക്കെ ഏതാണ്ട് മഞ്ഞളിക്കുന്ന പോലെ ആവുന്നേ അല്ലേ? നീ ഇവിടെ നിലത്ത് കിടക്കുന്ന സാധനം മഞ്ഞ തന്നെയാ. അയ്യോ എന്റെ കൈ, എന്റെ അമ്മ. എന്താണ് ഇത്? ഞങ്ങള് മറ്റേ ജാക്കറ്റ് മേടിച്ചില്ല കേട്ടോ. കൈയൊക്കെ മരക്കണ്. അയ്യോ, നമ്മുടെ ഇതിങ്ങനെ എടുത്താൽ മതിയായിരുന്നു അല്ലേ, ഗ്ലൗസ്. അതെ, നമുക്ക് മഞ്ഞിൽ കളിക്കണം. അതാണ് ഇങ്ങനെ 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 വാരി ഇങ്ങനെ ഉരുട്ടണം. ഉരുട്ടിയിട്ട് എന്താ നോക്കളെ. ഇത് ശരിക്കും ഈ ഷൂവും തെന്ന് അങ്ങനെ വലിയ തെന്നിട്ടില്ല. എറിയരുത്. ഞാനിവിടെ താന്നൊക്കെ പോലെ എറിയല്ലായിരുന്നേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി മഞ്ഞ് വാരി കളിച്ചു. അതേപോലെ മഞ്ഞ് കൂടി നടന്നു, തെന്നി വീഴുന്നു. എന്തായാലും അടിപൊളിയായിട്ടോ, നല്ല ഫീലാ. അതെ, അവരെതിലേ പോകുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. പിന്നെ ആൻസിക്ക് ഒരേ ആഗ്രഹം, മേളിലേക്ക് കുറച്ചും കൂടി നടക്കണം. അപ്പൊ കുറച്ചും കൂടി ഇത്, പക്ഷെ ഈ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ നമ്മുടെ കണ്ണൊക്കെ എന്തോ ആവുന്നല്ലേ. സൂര്യൻ ചേട്ടൻ ഇരുണ്ട് തുടങ്ങി, മറഞ്ഞു തുടങ്ങി. ഞാനും. അതാണ് നമ്മുടെ ചേട്ടന്മാര്, അവരല്ലേ ആ നിൽക്കുന്നവരല്ലേ, ആ നിന്ന് ഫോട്ടോ എടുക്കുന്നവരല്ലേ? അല്ല, അത് വേറെ ചേട്ടന്മാരല്ലേ. ഇപ്പൊ അടിയും കിട്ടിയ എന്റെ വിചാരം മറ്റേ ചേട്ടന്മാരാന്നാ. ഇത് വേറെ ഏതൊക്കെ ചേട്ടന്മാരെ ഞാനാ വിചാരിച്ച അവരാന്ന് ഓർത്ത് ഞാൻ ഈ ഹോൺ അടിക്കാം. പക്ഷേ ഇനി ബ്ലോക്കിലൊക്കെ നമ്മൾ അങ്ങോട്ട് പോണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. പക്ഷേ ഈ സോനാമാർഗിലൊക്കെ വരണമെങ്കിൽ നമുക്ക് അവിടുന്ന് ബസ് കിട്ടും കേട്ടോ. ബസ് ഉണ്ട് നമ്മുടെ. എല്ലാം എടുത്തിട്ട് പോയോ? അവിടെ കാണും. ഇവിടെ മഞ്ഞിന്റെ വെഹിക്കിലായിരിക്കും നമ്മുടെ. ഞാനോ, നീ എന്നെയും കൂടി പേടിപ്പിക്കല്ലേ. അതായത് റോഡ് സൈഡിൽ നമ്മൾ മാത്രമല്ലല്ലോ നിർത്തിക്കുന്നത്, എല്ലാവരും റോഡ് സൈഡിൽ തന്നെ. അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല. എന്തായാലും ഇത് വല്ലാത്തൊരു ഫീലായി. ഒരു ബൈക്കാരൻ വരുന്നുണ്ടോ? നമ്മുടെ നേരെയാണെങ്കിൽ നമ്മളെ ഇടിക്കുമെന്നുള്ള. ഇങ്ങോട്ട് വാ ചേട്ടാ, ഇവരൊക്കെ കൊല്ലാ കൊണ്ടുപോകാൻ ആ ചേച്ചിയിലെ ബ്രേക്ക് പിടിച്ച് നിൽക്കും. അത് നിന്ന് വേണ്ട, നമ്മൾ മരുഭൂമി കൂടി പോയ പോലെ ഇരിക്കും. വെറുതെ നമ്മളെ ഇടിക്കും, വേറെന്ത് ചെയ്യാൻ. എന്തായാലും ഒരു രക്ഷയില്ല. അവിടെ കണ്ടില്ലേ, ആ മരത്തിൻ്റെ മുകളിലൊന്നും മഞ്ഞില്ല, അതൊക്കെ താഴെ എത്തിയതാ. പക്ഷേ ഈ സൈഡിൽ അതിൻ്റെ മരത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഐസ് കിടപ്പുണ്ട്. എന്താണ് നീ ഉണ്ടാക്കണേ? ഇതിന് ലൗച്ചിലെന്നല്ല പറയുക, ഇത് വാങ്ങാടി എന്നാ പറയാ. ആരും കാണണ്ട, വാങ്ങാടി ഉണ്ടാക്കിട്ടോ, ലൗച്ചില്ല അത്. അതെ, നോക്ക് ഈ തണുപ്പത്ത്, ഈ കൊടു തണുപ്പത്ത് ഒരു ചേട്ടൻ ബനിയനിട്ടോട് ഫോട്ടോ എടുക്കണം. ലൗച്ചിനായി ഏകദേശം കായ് വരുന്നു.
അങ്ങനെ നമ്മുടെ ആൻസീൻ്റെ ലവ് ചിഹ്നം ഏതാണ്ട് ഒരു ലവ് ചിഹ്നം പോലെയായില്ലേ. ഐ ലവ് യു ടു. ഇതാണ് ആൻസീൻ്റെ ഹൃദയം. ഇടയ്ക്കൊരു ഇച്ചിരി ചളുക്കും മുളുക്കും ഉണ്ടല്ലോ, എന്നാലും കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം. ആ അത് കുഴപ്പമില്ല. നമുക്കൊരു മാഗി കഴിച്ചാലോ? ഒരു മാഗി കഴിച്ചാലോ? മാഗി കഴിക്കാം. ആൻസി, ആ ചേട്ടന്മാരുടെ ഒരു കാട്ടായം കണ്ടപ്പോഴേ എനിക്ക് അറിയായിരുന്നു. ഇത് കണ്ടോ, പുക വന്നെ. അത് ചൂട് കൂടിയിട്ട് അവരെ ഓടിക്കലിനെയാണ്, ഓരോരുത്തരും ഓടിക്കലിന്റെ പ്രശ്നമാണ് അതൊക്കെ. സഹിക്കോ? അല്ല ആൻസി, നമുക്ക് മാഗിക്ക് ചൂട് കൂടുതലാണെങ്കിലേ ഇച്ചിരി ഇങ്ങനെ ഇങ്ങനെ ഇട്ടാ എങ്ങനെ ഇടണം? നല്ല കോട ഇറക്കുന്നുണ്ടല്ലേ, മുഴുവനും മഞ്ഞ കേട്ടോ. ഞങ്ങളുടെ സങ്കടം അങ്ങനെ മാറി കിട്ടിയിട്ടു. മഞ്ഞില്ല എന്നുള്ള സങ്കടം മാറി. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാ അല്ലേ, അല്ലെങ്കിൽ ബ്ലോക്കോ ഫുൾ ബ്ലോക്കോ. കുഞ്ഞു വണ്ടിയും കൂടി ആയിരുന്നു, നമ്മള് ശ്രദ്ധിക്കണല്ലേ, പണി കിട്ടും. പക്ഷെ നമ്മളെ പുച്ചിച്ചേരുടെ മുന്നിൽ ഞങ്ങൾ അങ്ങനെ കാശ്മീരെത്തി. അതാണ് വേറെ സത്യം അല്ലേ. ഞങ്ങൾ 2 മാഗി വാങ്ങിട്ടോ, 80 രൂപ. പക്ഷെ ഇത് ഇവിടെ നിന്ന് കിട്ടുമ്പോൾ ഒരു സമാധാനം. ഈ കയ്യിലേക്ക് തന്നെ വെച്ചപ്പോൾ എന്തൊരു സുഖം അറിയോ. സൂപ്പറാ, എന്നാ കഴിക്കാം. അപ്പോൾ നമ്മൾ മാഗി എല്ലാം കഴിച്ചു കേട്ടോ. ഇനി നമ്മൾ നേരെ പോവുകയാണ്. കാരണം വേറൊന്നുമല്ല, നമുക്കൊരു 85 കിലോമീറ്റർ നമുക്ക് ശ്രീനഗറിലേക്ക് ഉണ്ട്. 85-91 അങ്ങനെയാണ് റൂട്ട് കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ബ്ലോക്ക് കുടുങ്ങിയ പണി പാളും, രാത്രിയായി പോകും. ആൻസിക്ക് മഞ്ഞി കളിച്ച് മതിയായിട്ടില്ല കേട്ടോ, തണുപ്പുണ്ട്. എന്തായാലും നമുക്ക് പക്ഷേ സോനമർഗി വരികയാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഷൂ എല്ലാം ഇത് കിട്ടും കേട്ടോ. തിരിച്ച് ഇവിടെ തന്നെ ഷൂ എല്ലാം നമുക്ക് റെന്റിന് കിട്ടും. എന്താടി, ജസ്റ്റ് 100 രൂപ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ അടുത്തൊരു ചേട്ടൻ പറഞ്ഞു 100 രൂപയാണ്, അല്ല 200 രൂപയാണ്. ഞങ്ങള് എന്നാ ശരി വേണ്ട, ഞങ്ങളുടെ ഷൂവും കൊണ്ടെങ്കിൽ തെന്നി നടന്നോളാം. അപ്പോൾ പുള്ളി പുറകെ വന്നിട്ട് 100 രൂപ വെച്ച് തന്നാൽ മതി. എന്നിട്ട് ഞങ്ങൾ 200 രൂപ കൊടുത്ത്. എന്തായാലും നമുക്കിനി പോകട്ടോ. അങ്ങനെ ഞങ്ങള് ഇവിടെ വണ്ടി നിർത്തിട്ടോ. വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയാണേ. ഞങ്ങള് പോവാണ്, കാരണം നല്ല തണുപ്പ് കൂടി തുടങ്ങി. പിന്നെ ഇനി ബ്ലോക്ക് ആവും, ഈ വണ്ടികൾ മുഴുവൻ കൂടെ ബ്ലോക്ക് ആവും. അതിന് മുന്നേ നമുക്ക് പോകണം. പിന്നെ ഞങ്ങൾ മറ്റേ സാധിക്ക് കയറാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നമുക്ക് പേടിയാണ്. വെറുതെ നമ്മൾ ഇത്രയും ദൂരമൊക്കെ വന്നേക്കുന്നല്ലേ, എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ അതിലൊന്നും ഒന്നും കയറാത്ത കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ കൂടി ഒന്ന് കാണുക, ആഗ്രഹം തീർന്നിട്ട് ഞങ്ങൾ കാശ്മീർ കയറുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു. അപ്പൊ ഇനി നമുക്ക് നാളെ ശ്രീനഗറിലെ കാഴ്ചകൾ കാണാം. നമുക്ക് ഇന്ന് രാത്രി നേരെ ശ്രീനഗർ പിടിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. അതെ, ഇങ്ങോട്ട് വന്ന അതേ സെയിം റൂട്ടാണ്, റിട്ടേൺ കാണിക്കുന്നില്ല. അപ്പോഴും പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ. ബൈ.